നോയമ്പ് ആരുടെയും നേരെ അമ്പെറിയാത്തൊരു നോയമ്പ്. നോയമ്പ് ആരുടെയും നേരെ അമ്പെറിയാത്തൊരു നോയമ്പ്. നോയമ്പിൻ്റെ ഈ എപ്പിസോഡുകൾ നോ അമ്പ്, ആർക്കുമെതിരെ അമ്പറിയാത്ത ഈ ചെറിയ ചിന്തകൾ ചിലർക്കെങ്കിലും ഒരുപാട് സന്തോഷമായിട്ടുണ്ട്. ചിലരെന്നെ വ്യക്തിപരമായിട്ട് വിളിച്ചു. കുറച്ച് പേര് ആ ഒരുപിടി മനുഷ്യർക്ക് ലഭിച്ച ആനന്ദത്തെ പ്രതി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും വലിയ മഹത്വം. എനിക്ക് തന്നെ സമാധാനവും എനിക്ക് തന്നെ ഒരു ബലവും നൽകിയ കൊച്ചു കാര്യങ്ങളാണ് നോ അമ്പിൻ്റെ ഈ എപ്പിസോഡുകൾ. ഇത് 4ാമത്തെ എപ്പിസോഡാണ്. ഈ എപ്പിസോഡിൽ ഞാൻ പറയുന്ന അമ്പെറിയണമെന്നാണ്. അമ്പെയ്യണം, ആത്മാവിനെ മുറിക്കണം. അമ്പെയ്യണം, ആത്മാവിനെ മുറിക്കണം. ആരുടെ? നമ്മുടെ തന്നെ. കഴിഞ്ഞ ഒരു 15 വർഷമായിട്ട് എൻ്റെ മനസ്സിൽ ഈ ധ്യാന ചിന്തകൾ വായിക്കുകയും കൊടുക്കുകയൊക്കെ ചെയ്യുമ്പം ആരോ പറഞ്ഞ ഒരു മനോഹരമായ വചനമുണ്ട്. ബി സ്ട്രിക്റ്റ് ടു വൺ സെൽഫ് ആൻഡ് ബി ബെനവലന്റ് ടു ഓൾ അതേഴ്സ്. നമ്മളോട് തന്നെ മല്ലടിക്കുക, യുദ്ധം ചെയ്യുക, നമ്മുടെ ആത്മാവ് തന്നെ അമ്പെയ്ത് മുറിക്കുക, മറ്റെല്ലാവരോടും ബെനവലൻ്റ് ആയിരിക്കുക, എല്ലാവരോടും അലിവും കരുണയും സഹാനുഭൂതിയും കാരുണ്യവും. എന്നാൽ നമ്മളോട് തന്നെ കർക്കശ്യം. നമ്മിൽ അനേകർക്ക് സാധിക്കാത്തത് ഇതാണ്. ഞാൻ ഇന്നൊരു കൊച്ചു വചനം പരിചയപ്പെടുത്താം. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 2-ാം വാക്യം. നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്യുന്നു, പക്ഷെ നിങ്ങൾക്കൊന്നും ലഭിക്കുന്നില്ല. നിങ്ങൾ വഴക്കടിക്കുകയും യുദ്ധം ചെയ്യുകയും ചെയ്യുന്നു, എന്നാൽ നിങ്ങൾ ആവശ്യപ്പെടുന്നില്ല. ഇതാണ് വചനം. വചനം ഒന്നുകൂടെ പറയാം. നിങ്ങൾ ആഗ്രഹിക്കുന്നതൊന്നും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്യുന്നു, നിങ്ങൾ വഴക്കടിക്കുകയും യുദ്ധം ചെയ്യുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാ മനുഷ്യരോടും നിങ്ങൾക്ക് യുദ്ധം, നിങ്ങൾക്ക് വഴക്കാം. നിങ്ങൾക്ക് ഒരൊറ്റ മനുഷ്യനെക്കുറിച്ച് നല്ലത് പറയാനില്ല. നിങ്ങളുടെ നാവ് കൊണ്ട് ഒറ്റയ്ക്കാണെങ്കിലും പെട്ടയ്ക്കാണെങ്കിലും നിങ്ങൾ മുറിക്കും. നമ്മൾ മുറിച്ചിരിക്കും. നമ്മൾ 2 പേര് കൂടുന്നിടത്ത് 4 പേരെ ചർച്ച ചെയ്ത് തകർത്തിരിക്കും. ആരുടെയെങ്കിലും നേരെ ഒരു അമ്പെറിയാതെ നമുക്കൊരു ദിവസം കടന്നു പോകുന്നുണ്ടോ? ഇത് നമ്മുടെ ആത്മശോധനയായിരിക്കട്ടെ. ചിലപ്പോൾ ആത്മമിത്രങ്ങൾക്കിടയിലായിരിക്കും, ഏറ്റവും സ്വകാര്യ സംഭാഷണങ്ങൾക്കിടയിലായിരിക്കും നമ്മൾ കൊല്ലുകയും അസൂയപ്പെടുകയും വഴക്കടിക്കുകയും യുദ്ധം ചെയ്യുകയും ചെയ്യുന്നു. എന്നിട്ട് തൊട്ടു താഴെ ഒരു വചനം കിടക്കുക, എന്നാൽ നിങ്ങൾ ആവശ്യപ്പെടുന്നില്ല. യാക്കോബിൻ്റെ ലേഖനം വായിച്ചു നോക്കുമ്പോൾ പിടിയിട്ടും ഈ ആവശ്യപ്പെടുന്നില്ല എന്നതിന് കുറച്ച് അർത്ഥമുണ്ട്. അത് മനസ്സിലാക്കണമെങ്കിൽ യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ കിടപ്പുണ്ട്. നിങ്ങൾ തമ്മിൽ തർക്കവും വിതർക്കവും വഴക്കും ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ കുടികൊള്ളുന്ന ദുരാശ കൊണ്ടല്ലേ ഇതുണ്ടാകുന്നത്. നമുക്ക് ഈ വചനം ശരിക്കും പഠിക്കുമ്പോൾ പിടികിട്ടും. നമ്മൾ നമ്മുടെ ഉള്ളിലെ വഴക്കിനോടോ നമ്മുടെ ഉള്ളിലെ അസൂയയോടോ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന അശുദ്ധിയോടോ മല്ലടിക്കാതെ ചോദിക്കുന്നത് കൊണ്ട് നമുക്കൊന്നും കിട്ടുന്നില്ല. ഇപ്പം യാക്കോബ് പറയുന്നതിൻ്റെ രഹസ്യം, നമ്മൾ മല്ലടിക്കണം. ആരോട്? നമ്മളോട്. നമ്മൾ യുദ്ധം ചെയ്യണം. ആരോട്? ആദ്യമായി നമ്മോട്. നമ്മൾ അമ്പെയ്യണം. ആർക്കെതിരെ? നമ്മുടെ ആത്മാവിനെതിരെ. അത് നമുക്ക് നൽകുന്നൊരു അത്ഭുതകരമായൊരു എളിമയില്ലേ പ്രിയപ്പെട്ടവരെ? ഏത് മനുഷ്യനെതിരെ അമ്പെയ്യുമ്പോഴും, ഒരുപക്ഷെ കോപം വരുമ്പോഴും വിധിക്കുമ്പോഴും ഒക്കെ അടുത്ത നിമിഷം നമ്മുടെ ആത്മാവിനെ കൂടെ മുറിക്കാൻ യാക്കോബ് പറയുക. നിങ്ങൾ തമ്മിൽ ഈ വഴക്കും വക്കാണവും തുടരുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ ശരീരത്തിൽ കുടികൊള്ളുന്ന ദുരാശയല്ലേ? നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കേ. ഇത്രയും പ്രാർത്ഥിച്ചിട്ട് പോലും നമ്മുടെയൊക്കെ ശരീരത്തിൽ ദുരാശ ഉണ്ടെങ്കിൽ, അത് വഴക്കിലേക്കും വക്കാണത്തിലേക്കും കലഹത്തിലേക്കും പോകുന്നുണ്ടെങ്കിൽ എൻ്റെ ശരീരത്തിലെ ദുരാശ എത്ര ഭീകരമായിരിക്കും. അപ്പോൾ നമ്മൾ എത്ര മറച്ചാലും നമ്മളെത്ര ഒളിച്ചാലും നീണ്ടു നിൽക്കുന്ന വഴക്കും വക്കാണവും കലഹവും നമ്മുടെ ഇടയിലുള്ളപ്പം നമ്മുടെ ശരീരത്തിലെ ദുരാശകൾ എല്ലാ അതിർവരമ്പുകളും ലംഘിക്കുന്നു എന്നർത്ഥം. ഇതിനോട് മല്ലടിച്ചിട്ട് ആവശ്യപ്പെട്ടാൽ ജയിക്കണമെന്നല്ല, ഇതിനോട് മല്ലടിച്ചുകൊണ്ട് യുദ്ധം ചെയ്തുകൊണ്ട് നീ ആവശ്യപ്പെട്ടാൽ നീ ആവശ്യപ്പെടുന്നത് നിന്റെ കയ്യിലിരിക്കുമെന്നാണ് യാക്കോബ് പറഞ്ഞത്. നോ അമ്പ്. എനിക്കറിയാം ഇത് എത്രയോ ഭാരപ്പെട്ടതാണെന്നറിയാം. കാരണം ദൈവ ശുശ്രൂഷകരുടെ ഇടയിൽ, നമ്മളെപ്പോലെയുള്ള ദൈവ ശുശ്രൂഷകരുടെ ഇടയിലും നിരന്തരം ഈ അമ്പെയ്ത്ത് നടക്കുകയാണ്. ഒരു ശുശ്രൂഷകന് മറ്റൊരു ശുശ്രൂഷകനെ കണ്ണെടുത്താൽ കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ വ്യക്തിപരമായ ജീവിതത്തിൽ പറയാം, എത്രയധികം കർത്താവിൻ്റെ മുമ്പിൽ കുമ്പിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഈ ഈഗോയെയും അസൂയയെയും ഒരു 10% ഒന്ന് മെരുക്കാൻ കഴിയുന്നത്.
എത്ര ഭാരപ്പെട്ടതാ. നമ്മുടെ ആത്മാവ് എപ്പോഴും ഒളിയമ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. നമ്മൾ ചിലപ്പോൾ മിണ്ടണമെന്നില്ല. ഈഗോയായും അസൂയയായും നമ്മുടെ ദൈവ ശുശ്രൂഷകൾക്കിടയിൽ പോലും നമ്മളെ ഇട്ട് കശക്കുകയാണ്, ഞെരുക്കുകയാണ്. അപ്പോൾ ദൈവസന്നിധിയിൽ ഇരിക്കാതെ എളിമപ്പെടാൻ ഒരു ശ്രമവും നടത്താത്ത ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ എന്തുമാത്രം ദുരാശയായിരിക്കും. ഇതാണ് അമ്പായി മാറുന്നത് എന്നാണ് യാക്കോബ് പറയുന്നത്. വളരെ ശ്രദ്ധിച്ച് വായിച്ചാൽ എൻ്റെ ഈ കൊച്ചു ചിന്ത നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ കരുതുകയാണ്. ഇത് അല്പം കൂടെ വ്യക്തമാകാൻ ഞാനൊരു കൊച്ചു കാര്യം പറയാം. മത്തായിയുടെ സുവിശേഷത്തിൽ 11-ാം അധ്യായം 12-ാം വാക്യം എന്നാ? സ്നാപക യോഹന്നാൻ്റെ കാലം മുതൽ ദൈവരാജ്യം ബലപ്രയോഗത്തിന് അധീനമാണ്. നല്ല ബലവാന്മാർക്കേ അതിൽ കയറാൻ പറ്റത്തുള്ളൂ. എന്ന് വെച്ചാൽ സ്വയം യുദ്ധം ചെയ്ത് മെരുക്കുന്നവനെ പറ്റത്തുള്ളെന്ന്. ദൈവരാജ്യം ചുമ്മാതെ ഇങ്ങനെ തുറന്ന് മലർന്ന് കിടക്കുകയല്ല. മല്ലടിച്ച് യുദ്ധം ചെയ്തവനെ കയറാൻ പറ്റും. ഒരു യുദ്ധമുണ്ട്, ഒരു യുദ്ധം അനിവാര്യമാണ്, ഇന്നവിറ്റബിളാ. യുദ്ധം ചെയ്തേ പറ്റൂ. പക്ഷേ ഞാനത് നിങ്ങളോട് ചെയ്യുന്ന യുദ്ധമല്ല, അതെൻ്റെ സഹോദരങ്ങളോട് ഞാൻ കാണിക്കുന്ന യുദ്ധമല്ല, നിങ്ങളെ അമ്പെയ്ത് വീഴിക്കലല്ല, നിങ്ങളുടെ സൽപ്പേര് തകർക്കലല്ല. ഞാൻ എന്നോട് മല്ലടിക്കണം. ദൈവരാജ്യം സ്നാപക യോഹന്നാൻ്റെ കാലം മുതൽ ബലവാനെ കിട്ടത്തുള്ളൂ, യുദ്ധം ചെയ്യുന്നവനെ കിട്ടത്തുള്ളൂ. പക്ഷെ നിങ്ങളോട് യുദ്ധം ചെയ്യുന്നതല്ല, ഞാൻ എന്നോട് യുദ്ധം ചെയ്യണം. അപ്പോൾ ഈ നോയമ്പിൻ്റെ ഈ എപ്പിസോഡിൽ എനിക്ക് ഏറ്റവും എളിമയോടെ പറയാനുള്ളത്, യുദ്ധം ചെയ്യണം. ആരോട്? നമ്മളോട്. അമ്പെയ്യണം. എങ്ങോട്ട്? നമ്മുടെ തന്നെ ചങ്കിലേക്ക്. അതിനെ പിളർക്കണം, അതിൽ നിന്ന് ചോര ഒഴുകട്ടെ. അങ്ങനെ ഒരു ശക്തമായ യുദ്ധത്തിൻ്റെ ഫലമായി സ്വർഗരാജ്യത്തിൻ്റെ ഒരു അഭിഷേകം. മറ്റാരോടും അമ്പറിയുക, അത് ആർക്കും നേരെ അമ്പറിയുക, അത് നമ്മളെ തന്നെ മുറിച്ച് ഈ നോയമ്പിൻ്റെ ഒടുവിൽ അല്പമെങ്കിലും ഒരു 10% കുറെ കൂടെ ക്ലാരിറ്റിയുള്ള ഒരു വ്യക്തിത്വം. ഗ്രീക്ക് ഭാഷയിൽ കഥാർസിസ് എന്ന് പറയും. നമ്മുടെ ഉള്ളിൽ കുറച്ചുകൂടി ഒരു തെളിമ, ഒരു അല്പം കൂടിയെങ്കിലും ഒരു തെളിമ ഉണ്ടാകട്ടെ. നമുക്ക് അല്പസമയം ആരാധിക്കാം. നോയമ്പ് ആരുടെയും നേരെ അമ്പറിയാത്തൊരു നോയമ്പ്. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അന്യൻ്റെ നേരെ അമ്പൊന്നുമെറിയാതെ, സഹജൻ്റെ നേരെ കൂരമ്പു തൊടുക്കാതെ, അന്യൻ്റെ നേരെ അമ്പൊന്നുമെറിയാതെ, സഹജൻ്റെ നേരെ കൂരമ്പു തൊടുക്കാതെ, എന്നോടു തന്നെ യുദ്ധം ചെയ്യാൻ എന്നെ ഒരുക്കേണമേ, എന്നോടു തന്നെ യുദ്ധം ചെയ്യാൻ എന്നെ ഒരുക്കേണമേ. കർത്താവിൻ്റെ തിരുവോസ്തി മുഖത്തേക്ക് നമുക്ക് നോക്കാം. സൂക്ഷിച്ചു നോക്കുമ്പോൾ അവിടുന്ന് നമ്മളോട് പറയുന്നില്ലേ, നിങ്ങൾ ഇതുവരെ പരസ്പരം പടവെട്ടി, നിങ്ങൾ പരസ്പരം അമ്പെയ്തു, നിങ്ങൾ പരസ്പരം മുറിപ്പെടുത്തി. പക്ഷെ ഞാൻ ചെയ്തത് എന്താ? ഞാൻ എന്നെ തന്നെ മുറിപ്പെടുത്തി, ഞാൻ എന്നോട് യുദ്ധം ചെയ്തു. പാനപാത്രം അകന്നു പോകട്ടെ എന്ന് കൊതിച്ചെങ്കിലും അപ്പനായ എൻ്റെ ആബായെ പ്രതി, എൻ്റെ അപ്പനെ പ്രതി ഞാൻ എന്നോട് മല്ലടിച്ചു. അമ്പെയ്യണം പ്രിയപ്പെട്ടവരെ, ചങ്ക് മുറിക്കണം പ്രിയപ്പെട്ടവരെ. ആരുടെ? മറ്റാരുടെയുമല്ല, നമ്മുടെ തന്നെ. അമ്പ് നമുക്കെതിരെ ചെയ്താൽ, നമ്മുടെ ആത്മാവിനെ ഈശോയുടെ കരുണയിൽ നിന്ന് മുറിച്ചാൽ നമ്മളൊരു പളുങ്കായി മാറും. അന്യർക്കു നേരെ അമ്പൊന്നുമെറിയാതെ, സഹജൻ്റെ നേരെ കൂരമ്പു തൊടുക്കാതെ. എന്നൊരു പക്ഷേ നമ്മൾ ഈ ചെറിയ പങ്കുവയ്ക്കലിൽ പറഞ്ഞത് നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായോ? അല്ലെങ്കിൽ ഈശോയുടെ മുഖത്തേക്ക് നോക്കി നമുക്കൊന്നുകൂടെ ആരാധിച്ചുകൊണ്ട് കേൾക്കാം. യാക്കോബ് എന്താ പറയുന്നത്? 4-ാം അധ്യായത്തിൽ 2-ാം വാക്യത്തിൽ എന്താ പറഞ്ഞത്? നിങ്ങൾ വഴക്കടിക്കുന്നുണ്ട്, നിങ്ങൾ കൊല്ലുന്നുണ്ട്, നിങ്ങൾ യുദ്ധം ചെയ്യുന്നുണ്ട്, നിങ്ങൾ അസൂയപ്പെടുന്നുണ്ട്. 4 കാര്യങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങളൊരമ്പ്
നിങ്ങളുടെ സഹോദരൻ്റെ നേരെ എയ്യുന്നുണ്ട്. വഴക്കടിക്കുമ്പം, കൊല്ലുമ്പം, അസൂയപ്പെടുമ്പം, യുദ്ധം ചെയ്യുമ്പം നിങ്ങൾ മറ്റൊരാളെ അമ്പെയ്ത് മുറിപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ നിങ്ങൾ ദൈവത്തിന് മുമ്പിൽ അമ്പെയ്ത് മറ്റുള്ളവരെ മുറിപ്പെടുത്തിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നു, ഒന്നും ലഭിക്കുന്നില്ല, ഒന്നും കിട്ടുന്നില്ല. അതിൻ്റെ കാരണം യാക്കോബ് പറയുക, നിങ്ങളുടെ ഇടയിലെ കലഹം, നിങ്ങൾ ഈ അമ്പെയ്യുമ്പം, നിങ്ങളൊരാളെ മുറിപ്പെടുത്തുമ്പം, നിങ്ങളുടെ ഈ കലഹവും ഈ വെറുപ്പും എടുത്തിയാട്ടവും നിങ്ങളുടെ ശരീരത്തിലുള്ള ദുരാശയുടെ അടയാളമല്ലേ? യാക്കോബ് 4:1. നിന്റെ ശരീരത്തിലെ ദുരാശയല്ലേ ഈ വഴക്കായും വക്കാണമായും വരുന്നത്? നീ നിന്നോട് മല്ലടിക്കാതെ കർത്താവിൻ്റെ മുമ്പിൽ നിനക്ക് വേണ്ടി കരയുമ്പം ആ യാചന സ്വീകരിക്കപ്പെടുന്നില്ല. അമ്പ് ഈ കുഞ്ഞെ, അമ്പ് തൊടുക്കു കുഞ്ഞെ, നിന്റെ ചങ്കിൻ്റെ നേരെ, നിന്റെ ദുരാശയുടെ നേരെ, നിന്റെ ഈഗോയുടെ നേരെ, നിന്റെ അഹങ്കാരത്തിൻ്റെ നേരെ, നിന്റെ ശരീരത്തിൽ പമ്മിയിരിക്കുന്ന ദുരാശകളെ നീ അമ്പ് ചെയ്ത് മുറിച്ചാൽ മറ്റുള്ളവരോടെല്ലാം കരുണ കാണിക്കാനുള്ള വിശുദ്ധിയും നീതിയും നിനക്ക് ലഭിക്കും. അന്യർക്കു നേരെ അമ്പൊന്നുമെറിയാതെ സഹജന്റെ നേരെ കൂരമ്പ് തൊടുക്കാതെ എന്നോട് തന്നെ യുദ്ധം ചെയ്യാൻ എന്നെ ഒരുക്കേണമേ. നോ അമ്പിൻ്റെ ഈ കൊച്ചെപ്പിസോഡിൽ ആരാധിക്കുമ്പം കർത്താവെ, മറ്റൊരാളുടെ നേരെ അമ്പെയ്യാതെ എൻ്റെ നേരെ അമ്പെയ്യാൻ, മറ്റൊരാളുടെ നേരെ കൂരമ്പ് എറിയാതെ എൻ്റെ ആത്മാവിനെ മുറിക്കാൻ എന്നെ സഹായിക്കണമേ. കർത്താവെ, ഞാൻ അങ്ങേ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്നിലേക്ക് നോക്കിയവരൊക്കെ പ്രകാശിതരായെന്നല്ലേ കർത്താവെ? നിന്നിലേക്ക് നോക്കിയവരൊക്കെ പ്രകാശിതരായെന്നല്ലേ കർത്താവെ വചനം പറയുന്നത്? സങ്കീർത്തനം 34 അഭിഷേകത്താൽ എൻ്റെ കണ്ണുകൾക്കും എൻ്റെ മുഖത്തിനും എൻ്റെ ഇടപെടലുകൾക്കും അല്പം കൂടെ തെളിച്ചം നൽകണമേ. ഉറപ്പിക്കട്ടെ കർത്താവെ, ആരുടെ നേരെയും അമ്പറിയാത്ത ഒരു സമ്മോഹന വ്യക്തിത്വം തന്ന് അടിയനെ അവിടുത്തെ ഹൃദയത്തിന് ഒത്തവനാക്കി മാറ്റണമേ എന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞാൻ ആരാധിച്ച് അപേക്ഷിക്കുന്നു. ആമേൻ. നോയമ്പ് ആരുടെയും നേരെ അമ്പെറിയാത്തൊരു